അപ്പോൾ ഇന്ന് ഏട്ടനും അനിയനും ഡിന്നറായിട്ട് നേന്ത്രപ്പഴം കൊടുക്കാമെന്ന് കരുതി. രണ്ടാൾക്കും തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് കേട്ടോ ഒരു നേന്ത്രപ്പഴം. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കയ്യിൽ കൊടുത്തതായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ എല്ലാം കഴിച്ച് തീർക്കാമെന്ന മട്ടിൽ രണ്ടാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. മക്കൾക്ക് ഞാൻ ഇപ്പോഴും നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിൽ ആ ഒരു സീഡൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അതുപോലെ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ പ്ലെയിൻ വാട്ടറിന് പകരം ഞാൻ ഫോർമുല മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത്രയും നേരമായിട്ട് എനിക്ക് വിശന്നിട്ട് മേലായി എന്നുള്ള രീതിയിൽ അനിയനും അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഞാൻ എല്ലാം തട്ടിക്കളഞ്ഞ് റെഡിയാക്കി തരാന്നുള്ള രീതിയിൽ ഏട്ടനും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ട്ടോ ഞങ്ങളുടെ കുഞ്ഞുമണി. അപ്പോൾ ഏട്ടനെക്കാട്ടിലും ഇവനാണ് നേന്ത്രപ്പഴം തീരെ ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഇന്ന് അവൻ ഫുള്ള് നല്ല കുട്ടിയായിട്ട് കഴിച്ചു തീർത്തു. എങ്കിൽ ഏട്ടനാണെങ്കിൽ കുറേ ടൈം എടുത്ത് കുറേ കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടായിരുന്നു കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഇവർക്കൊരു എഗ്രിമെന്റ് ഉണ്ടാവും ട്ടോ. ഇന്ന് ഏട്ടൻ കരയണോ, അനിയൻ കരയണോ, അല്ലെങ്കിൽ ഇന്ന് ആര് കഴിക്കണം, ആര് കഴിക്കണ്ട എന്നുള്ള എഗ്രിമെന്റ് അവർക്ക് ഉണ്ടാവും ട്ടോ.